Hi, hello and welcome back to our channel, My Cooking Stories. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു റിച്ച് ചോക്ലേറ്റ് മൂസ് കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡെസേർട്ടാണിത്. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ആദ്യം ചോക്ലേറ്റ് ആണ് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ മിൽക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെമി സ്വീറ്റ് ചോക്ലേറ്റോ അല്ലെങ്കിൽ ഒരു സ്വീറ്റ് ആൻഡ് ചോക്ലേറ്റോ ഏത് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഷുഗറിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിന് വേണ്ടത് 270 ഗ്രാം ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ പീസായിട്ട് ഒന്ന് ചോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചോപ്പ് ചെയ്ത ചോക്ലേറ്റൊക്കെ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഡബിൾ ബോയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ബൗള് ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് മെൽറ്റായിട്ട് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ആ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാവുന്ന നേരം കൊണ്ട് നമുക്കിതിൻ്റെ ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ബൗളിലേക്ക് നമുക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഷുഗറിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന ചോക്ലേറ്റിൻ്റെ ആ ഒരു മധുരം അനുസരിച്ച് നമുക്ക് കൂട്ടേ കുറയ്ക്കുക എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അടുത്തതിലേക്ക് നമുക്ക് വേണ്ടത് ക്രീമാണ്. ഞാനിപ്പോൾ ഇവിടെ ഹെവി ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 200 ml ആണ് നമുക്ക് ഇതിലേക്ക് വേണ്ട ആ ഒരു ക്രീമിൻ്റെ അളവ്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു മുട്ടയുടെ മിക്സറും അതുപോലെ ഈ ക്രീമും പിന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് വിനാഗിരിയാണ്, ഒരു 1/4 കപ്പ്. ഈ 3 ഇൻഗ്രീഡിയൻസും നമ്മൾ ഇതുപോലെ ചൂടുവെള്ളം ഒഴിച്ചിട്ടുള്ള ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ആ ഒരു ടെമ്പറേച്ചർ ഈക്വൽ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒരു സ്പാറ്റില യൂസ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ കണ്ടില്ലേ, ഒരു നല്ലൊരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കിട്ടും. ഇനി അടുത്തത് നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം ഹെവി ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ആ മുട്ടയുടെ മിക്സറും അതുപോലെ വിനാഗിരിയും ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
അടുത്ത ഇതിലേക്ക് നമുക്ക് ഇടുന്നത് മൈദയും അതുപോലെ കോൺഫ്ലവറുമാണ്. അപ്പോൾ ഇതിലേക്ക് വളരെ കുറച്ച് മൈദ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. 1.5 ടേബിൾ സ്പൂണാണ് മൈദ ഇടുന്നത്. അതുപോലെ കോൺഫ്ലവർ 1/2 ടേബിൾ സ്പൂണും. അപ്പോൾ ഇത് രണ്ടും ഇതുപോലെ ഒരു അരിപ്പ വെച്ച് ഒന്ന് അരിച്ചെടുത്തിട്ട് ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ ലംസ് ഒന്നും ഇല്ലാതെ നമുക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സ് ഞാൻ ഒന്നും കൂടി ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് വേറെ ഒരു ബൗളിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്കത് ബേക്ക് ചെയ്യാം. ഇനി ഇതുപോലൊരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒന്ന് ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് ഈ മിക്സ് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി നമ്മളിത് ബേക്ക് ചെയ്യാണ്. 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് അവനിൽ വെച്ചിട്ട് ഒരു 18 to 20 മിനിറ്റ്സ് വരെ നമുക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇത് ബേക്ക് ചെയ്യുമ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ഈ ഒരു ബേക്കിംഗ് ട്രേ ഇതുപോലൊരു പാത്രത്തിൽ ഒരു ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ആ ഒരു ട്രേ ഫുള്ളായിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഉള്ളിലത്തെ ആ ഒരു മോയ്സ്ചർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും, അപ്പോൾ നമ്മൾ ഒരു നോർമലി ഉള്ള കേക്ക് പോലെ അധികം കട്ടിയാവാതിരിക്കാനും ആ ഒരു സ്ലൈസ് ആയിട്ട് നമുക്ക് കഴിക്കുമ്പോൾ അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ വരാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 20 മിനിറ്റ്സിന് ശേഷം ബേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പുറത്തേക്ക് എടുത്തിട്ട് ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു 4 to 5 hours അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റോ വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമ്മുടെ മൂസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ ഒരു ട്രേയിലേക്ക് മാറ്റുന്നുണ്ട്. ജസ്റ്റ് ഇതിങ്ങനെ തട്ടി കൊടുത്താൽ തന്നെ നമുക്ക് നന്നായിട്ട് വിട്ട് വരും. അപ്പോൾ നമുക്കിത് തുറന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അവസാനമായിട്ട് ഞാൻ ഇവിടെ കൊക്കോ പൗഡർ കൊണ്ട് ഇതുപോലെ ഒന്ന് ഡസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് എന്ത് ടോപ്പിംഗ് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇപ്പോൾ എന്തെങ്കിലും ചോക്ലേറ്റ് സോസോ അല്ലെങ്കിൽ നമ്മൾ നോർമൽ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ ടോപ്പിംഗ് ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ യൂസ് ചെയ്യുന്ന കത്തി അത് ഇതുപോലെ ചൂടുവെള്ളത്തിൽ ഒന്ന് മുക്കുന്നുണ്ട്. എന്നിട്ട് ആ ടിഷ്യൂ വെച്ച് ആ ഒരു നനവൊന്ന് നമ്മൾ തുടച്ചതിന് ശേഷമാണ് ഈ ഒരു കേക്ക് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആ സ്ലൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാനും ആ ഒരു നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഡെസേർട്ട് ട്രൈ ചെയ്യുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് റെസിപ്പീനെ കുറിച്ചുള്ള എല്ലാ കമൻസും ഫീഡ്ബാക്ക് ആയിട്ട് പറയാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കി വെക്കുക. അപ്പോൾ അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.